ഹലോ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇത് KTET കാറ്റഗറി 3യുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫെബ്രുവരി 2020 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് നെസസറി ഐറ്റം ഇൻ ദ റിഫ്ലക്ഷൻസ് മെയ്ഡ് ബൈ എ ടീച്ചർ ആഫ്റ്റർ ട്രാൻസാക്ടിങ് എ ലെസൺ? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അനാലിസിസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ദ ട്രാൻസാക്ഷൻ, അനാലിസിസ് ഓഫ് ദ കണ്ടന്റ്, ക്രിട്ടിക്കലി അനലൈസിങ് ദ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അനാലിസിസ് ഓഫ് ദ ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ഇവാലുവേഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ എന്താണ്, ഒരു ടീച്ചർ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ടീച്ചർ എടുക്കേണ്ട അല്ലെങ്കിൽ ടീച്ചർ എടുക്കുന്ന ആ ഒരു റിഫ്ലക്ഷൻസ് അതിൽ നെസസറി അല്ലാത്ത കാര്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കറിയാം അനാലിസിസ് ഓഫ് എ ഡിഫിക്കൽട്ടീസ് ഇൻ ദ ട്രാൻസാക്ഷനിൽ വരുന്ന ആ ഡിഫിക്കൽട്ടീസ് നമുക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം അല്ലേ. അതുപോലെ കണ്ടന്റ് അനാലിസിസ് ആഫ്റ്റർ ട്രാൻസാക്ടിങ് എ ലെസൺ ആണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ലെസൺ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണോ നമ്മൾ കണ്ടന്റ് അനാലിസിസ് ചെയ്യുന്നത്? അല്ല, അതിന് മുന്നേ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ഐറ്റം ഏതാണ്? അനാലിസിസ് ഓഫ് ദ കണ്ടന്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് ടീച്ചർ ചെയ്യേണ്ടത് മുമ്പേ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? അനാലിസിസ് ഓഫ് ദ കണ്ടന്റ് ആണ്. ഓക്കെ. Second question, which of the following science process skill is associated with distinguishing acids and alkalis by students in the laboratory? Okay, അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിഫിക്കേഷൻ, മെഷർമെൻറ്റ്. ഏതാണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. നമ്മൾ ലബോറട്ടറിയിൽ കുട്ടികളെ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് എന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന സയൻസ് പ്രോസസ് സ്കിൽ ഏതാണ്? ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫൈ ചെയ്യാനാണ് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ. Which is not a characteristic of a good lesson plan? ഒരു ഗുഡ് ലെസൺ പ്ലാന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, അതിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഒബ്ജക്റ്റീവ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്, പ്രൊവൈഡിംഗ് ലേണിംഗ് എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ്, ഷുഡ് നോട്ട് കോറിലേറ്റ് വിത്ത് അതർ സബ്ജക്ട്സ്, ഫ്ലെക്സിബിലിറ്റി ഫോർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഗുഡ് ലെസൺ പ്ലാന്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ വരാത്തത് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്, അതെന്തായാലും വേണം അല്ലെ. ഒബ്ജക്റ്റീവ്സ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. പ്രൊവൈഡിങ് ലേണിംഗ് എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ്, അതും വേണം. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഫോർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വേണം. ഈ ഓപ്ഷൻ സി നിങ്ങളൊന്ന് നോക്കിയേ, ഷുഡ് നോട്ട് കോറിലേറ്റ് വിത്ത് അതർ സബ്ജക്ട്സ് അല്ലേ. അതർ സബ്ജക്ട്സ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കേസാണ് നല്ലൊരു ലെസൺ പ്ലാന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരാത്തത്. ഓക്കെ. Fourth question, the high school curriculum introduces a various types of lens in 8th standard, then introduces the image formation of lenses in 9th standard and in the 10th standard about the defects of eye and optical instruments. The curriculum approach used is. ഇപ്പോൾ ഇവിടെ എന്ത് അപ്രോച്ചാണ്, എന്ത് കരിക്കുലം അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈസ്കൂൾ കരിക്കുലത്തിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ വേരിയസ് ടൈപ്സ് ഓഫ് ലെൻസസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 9th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 10th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ ഡിഫക്ട്സ് ഓഫ് ഐ ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണ്, ആ ഒരു കരിക്കുലം അപ്രോച്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇന്റർ ഡിസിപ്ലിനറി, ഡിസ്കവറി, കോൺസെൻട്രിക്, ഹിഡൻ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? കോൺസെൻട്രിക് കരിക്കുലം അപ്രോച്ച് ആണ് ഈ ഒരു കേസിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഓർത്തിരിക്കുക. Which of the following is not an attributes of scientific attitude? ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലാത്തത് ഏതാണ്? ഓപ്പൺ മൈൻഡഡ്നെസ്, സബ്ജക്റ്റിവിറ്റി, ക്രിട്ടിക്കൽ മൈൻഡഡ്നെസ്, ഇന്റലക്ച്വൽ ഹോണസ്റ്റി.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി സബ്ജക്റ്റിവിറ്റി ആണ്. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട്സ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ബാക്കി എല്ലാം സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഓപ്പൺ മൈൻഡഡ്നെസ് വേണം, ക്രിട്ടിക്കൽ മൈൻഡഡ്നെസ് വേണം, ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി വേണം. അതെല്ലാം എന്താണ്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സബ്ജക്റ്റിവിറ്റി ഇസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട്സ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് ഓർത്തിരിക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രാഫിക് എയ്ഡ്? അല്ലെ, നമ്മൾ കുറേ എയ്ഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതിൽ ഗ്രാഫിക് എയ്ഡ് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫിലിം, സ്ട്രിപ്പ്, സ്പെസിമെൻ, പപ്പറ്റ്, ചാർട്ട്. ഏതാണ്? ചാർട്ടാണ് അല്ലെ, ചാർട്ടാണ് ഒരു ഗ്രാഫിക് എയ്ഡ് എന്ന് ഓർത്തിരിക്കുക. സെവൻത് ക്വസ്റ്റ്യൻ, ദ ഇവാലുവേഷൻ വിച്ച് ഇസ് ഡൺ ഫോർ ഗിവിംഗ് പ്രൊമോഷൻ ഓഫ് സ്റ്റുഡൻസ് ഈസ്? അതായത് കുട്ടികളുടെ പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന ഇവാലുവേഷൻ ഏതാണ്? ഓക്കെ, പ്രൊമോഷൻ ഓഫ് സ്റ്റുഡൻസ് അത് നടത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇവാലുവേഷൻ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ കുറേ ഇവാലുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, നൺ ഓഫ് ദ എബവ്. ഇതിലേതാണ്? ഫോർ ഗിവിംഗ് പ്രൊമോഷൻ ഫോർ സ്റ്റുഡൻസ്. ഓക്കെ, സ്റ്റുഡൻസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇവാലുവേഷൻ എന്താണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലേ. ഈ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അധ്യയന വർഷത്തിന്റെ ഏറ്റവും അവസാനം നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇവാലുവേഷൻ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് ഓർത്തിരിക്കുക. Eighth question, which is the most appropriate way for solving a problem related to half-life period in a constructivist classroom? ഒരു constructivist classroomൽ half-life periodനോട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട അപ്രോപ്രിയേറ്റ് വേ ഏതാണ്? ഓപ്ഷൻ എ, ടീച്ചർ സോൾവ്സ് ദ പ്രോബ്ലം ഓൺ ദ ചോക്ക് ബോർഡ്. അതൊരു അപ്രോപ്രിയേറ്റ് വേ ആണോ? അല്ല അല്ലേ. ടീച്ചർ സോൾവ്സ് ദ പ്രോബ്ലം ആൻഡ് എക്സ്പ്ലെയിൻസ്. അതുമല്ല, കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം ആണ്. ടീച്ചർ ഗീവ്സ് ദ പ്രോബ്ലം ആസ് ആൻ അസൈൻമെന്റ്. അതുമല്ല. ഓപ്ഷൻ ഡി നോക്കൂ, ടീച്ചർ സപ്പോർട്ട്സ് സ്റ്റുഡൻസ് ഇൻ സോൾവിംഗ് ദ പ്രോബ്ലം ബൈ ദംസെൽസ്. ദാറ്റ്സ് ദ ആൻസർ. ഒരു അപ്രോപ്രിയേറ്റ് വേ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ഏതാണ്? ടീച്ചർ സപ്പോർട്ട്സ് സ്റ്റുഡൻസ് ഇൻ സോൾവിംഗ് ദ പ്രോബ്ലം ബൈ ദംസെൽസ്. ഓക്കെ. Ninth question, zone of proximal development is the concept of? ആരുടെയാണ് zone of proximal development? വൈഗോട്സ്കിയുടെ ആണ് അല്ലെ. വൈഗോട്സ്കിയുടെ ആണ് zone of proximal development എന്ന് ഓർത്തിരിക്കുക. അതുപോലെ നമ്മളിവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുണ്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുടെയാണ്? വൈഗോട്സ്കിയുടെ ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ഭാഗത്തെ ലെവൽ ഓഫ് ചലഞ്ചും ഇവിടെ ലെവൽ ഓഫ് കോമ്പറ്റൻസും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അതായത് ഒരു കുട്ടി പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടീനെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ആ കുട്ടീനെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുട്ടി നല്ലതുപോലെ പഠിക്കും അല്ലേ. നല്ലതുപോലെ പഠിച്ച് ആ കുട്ടി നല്ലൊരു ഇത് കൈവരിക്കും. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ ഇപ്പോൾ പഠിക്കാത്ത അല്ലെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന ഒരു നേരത്ത് ഒരു കേസാണ് ഈ കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഓരോ പഠിതാവിനും ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു വികാസ തലമുണ്ട്. ഓക്കെ, ഒരു വികാസ തലമുണ്ട്. അതാണ് ഈ കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. അതായത് ഓരോ പഠിതാവും ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരുന്ന ഒരു ലെവലാണിത്. സ്വയം അവർ പഠിച്ച് എത്തുന്ന ഒരു ലെവലാണ് ഈ കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്ന് ഒരു മുതിർന്ന ആളിൻ്റെ മാർഗനിർദ്ദേശമോ കൂടുതൽ കഴിവുള്ള സഹപാഠിയുടെ സഹായമോ ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത പഠന മേഖലയിൽ കുറെ കൂടി ഉയർന്ന വികാസത്തിൽ എത്തിച്ചേരാൻ ആ പഠിതാവിന് സാധിക്കും അല്ലെ. അപ്പോൾ ഈ കറണ്ട് എബിലിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടി, സ്വയം പഠിച്ച് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടീനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാണ്, ഒരു മുതിർന്ന ഒരാളോ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു പിയർ ഗ്രൂപ്പ്, ആ ഒരു പിയർ ഗ്രൂപ്പിൽ പോയിട്ട് നന്നായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് പറ്റും? നന്നായിട്ട് പഠിച്ച്
പഠിച്ച് വേറൊരു ലെവൽ, അതായത് കുറെ കൂടി ഉയർന്ന ഒരു വികാസ തലത്തിൽ എത്തും. അതാണ് ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്നു. അപ്പൊ ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിനും കറണ്ട് എബിലിറ്റി ലെവലിനും ഇടയിലുള്ള ഈ പോർഷനാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ മേഖലയാണ് എന്ത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികസന മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് എബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി സ്വയം പഠിച്ചെടുക്കുന്നതാണ് കറണ്ട് എബിലിറ്റി ലെവൽ. അപ്പോൾ അതിൽ നിന്നും ആ കുട്ടി ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വികാസ തലം മാറി ഒരു ഉയർന്ന വികാസ തലത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്നു. അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ, ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ റീജിയൻ ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന സാമൂഹ്യ നിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള വൈഗോട്സ്കിയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് ഓർത്തിരിക്കുക. അതായത് പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിലുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് എന്നാണ് ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത്. ഓക്കെ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ പറയുന്നത് അതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ നടക്കുന്നത് എങ്ങനെയാണ്? ബാക്കി സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് അതിന് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മനുഷ്യന്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? വൈഗോട്സ്കിയാണ്. ഓക്കെ, അതുപോലെ വ്യവഹാരവാദത്തിനു പകരം സാമൂഹ്യജ്ഞാനവാദത്തിൽ അധിഷ്ഠിതമായ ഒരു മനഃശാസ്ത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചതും വൈഗോട്സ്കി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കിയുടെയാണ്. പഠന പ്രവർത്തനത്തിൽ സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകിയതും വൈഗോട്സ്കിയാണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതുപോലെ പഠനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തില് സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും അതിനെല്ലാം പ്രാമുഖ്യം കൊടുത്തത് ആരാണ്? വൈഗോട്സ്കി ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ വൈഗോട്സ്കിയുടെ സ്വാധീന ഫലമായുള്ള പാഠ്യ പദ്ധതികളാണ് വികാസത്തിന്റെ സമീപസ്ഥ മണ്ഡലം, അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതിൽ സാംസ്കാരിക ഉപകരണങ്ങൾ, കൈത്താങ്, സ്കഫോൾഡിംഗ് ഒക്കെ ആരുടെയാണ്? വൈഗോട്സ്കിയുടെ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യനെ വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് ലഭ്യമായ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ ആ ഒരു വികസനം നടക്കുന്നു. അവിടെ മനുഷ്യവർഗം സാംസ്കാരിക വികസനത്തിന്റെ ഭാഗമായി രണ്ടു തരം സാംസ്കാരിക ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. ആ സാംസ്കാരിക ഉപകരണങ്ങളാണ് ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ, മാനസിക ഉപകരണങ്ങൾ. ഓക്കെ, അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ആരുടെയാണ്? സ്കഫോൾഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തിയെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന ഒരു വൈജ്ഞാനിക ഘടനയാണ് കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തിയെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുന്നത്, അതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വൈഗോട്സ്കിയുടെ ആണ്, സ്കഫോൾഡിംഗ് വൈഗോട്സ്കിയുടെ ആണെന്നെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ. 10th question. The teacher presents positive examples like nutcracker, scissors and negative examples like knife, blade for teaching the concept, content, liver. Through which model of teaching? ഏത് മോഡൽ ഓഫ് ടീച്ചിങ് ആണ് ടീച്ചർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലാണോ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണോ, ഇൻക്വയറി ട്രെയിനിങ് മോഡലാണോ, അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണോ? എന്താണ്? ഒരു ലിവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണെന്ന് ഓർത്തിരിക്കുക.
11th question, professional development can be attained for a science teacher. Science teachers in the professional development attain ചെയ്യുന്നത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒരു സയൻസ് ടീച്ചേഴ്സിന്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് യൂണിയൻ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കൾച്ചറൽ ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സെമിനാർ വർക്ക്ഷോപ്സ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ, ഓപ്ഷൻ ഡി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഏതായിരിക്കും ഒരു ടീച്ചറിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാനായിട്ട് ഒരു സയൻസ് ടീച്ചർ ചെയ്യേണ്ടത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ് ആണ്. ഓക്കെ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്പ് ആണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് സയൻസ് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പങ്കെടുക്കേണ്ട ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നത്. ഓക്കെ. 12th question, while performing titration in chemistry lab, if a pipette is accidentally broken, its entry is to be made in the. അപ്പോൾ എന്തിലായിരിക്കും അത് എഴുതി വെക്കേണ്ടത്? പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്ററിലാണോ, സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ കൺസ്യൂമബിൾസിലാണോ, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ബ്രേക്കബിൾസ് ആണോ, ഇഷ്യൂ രജിസ്റ്ററിലാണോ? ഇതിലാണ് ബ്രേക്കബിൾസിലാണ് അല്ലേ, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ബ്രേക്കബിൾസിലാണ് നമ്മൾ പൊട്ടുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. 13th question, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സച്ച്മാൻ്റെ ആണെങ്കിൽ അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ആരുടെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡേവിഡ് അസുബലിൻ്റെ ആണ്, ഓർത്തിരിക്കുക. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് അസുബലിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. 14th question, ഇൻ മക്കോർമാർക്ക് ആൻഡ് യാഗർ ടാക്സോണമി ഡിസൈനിങ് ഡിവൈസസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ. ഡിസൈനിങ് ഡിവൈസസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിലാണ്? നോളജ് ഡൊമൈനിലാണോ, പ്രോസസ് ഡൊമൈനിലാണോ, ക്രിയേറ്റിവിറ്റി ഡൊമൈനിലാണോ, ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈനിലാണോ? എന്തിലാണ്? ഡിസൈനിങ് ഡിവൈസസ് ആണ്. ഡിസൈനിങ് ഡിവൈസസ് വരുന്ന എന്തിലായിരിക്കും? ക്രിയേറ്റിവിറ്റി ഡൊമൈനിലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. 15th question, in constructivist approach, knowledge is imparted to students, passive mental process occurs in students, knowledge is constructed by the mentor-centered activity, knowledge is constructed by students through learning experience. എന്താണ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നോളജ് ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ സ്റ്റുഡൻസ് ത്രൂ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികൾ തന്നെത്താൻ നോളജ് കൺസ്ട്രക്ട് ചെയ്യുക, അതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് approach എന്ന് പറയുന്നത്. ഓക്കെ. 16th question, the most appropriate chart that can be used for distinguishing exothermic and endothermic reaction. എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതാണ്? ഫ്ലോ ചാർട്ട് ആണോ, ട്രീ ചാർട്ട് ആണോ, ടാബുലാർ ചാർട്ട് ആണോ, ഫ്ലിപ്പ് ചാർട്ട് ആണോ? എന്താണ്? ടാബുലാർ ചാർട്ട് ആണ് അല്ലേ. 17th question, the effective methods for transacting the content radioactivities by using. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലെക്ചർ മെത്തേഡ്, ആക്ടിവിറ്റി മെത്തേഡ്, ഡിസ്കവറി മെത്തേഡ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് മെത്തേഡ്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏതാണ്? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് മെത്തേഡ് ആണ്. 18th question, which of the following is not a learning outcome while transacting the content transistors in electronics? അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് എന്ന കണ്ടന്റ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ലേണിംഗ് ഔട്ട്കം ആയിട്ട് വരാൻ പാടില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിങ് എ സർക്യൂട്ട് ഫോർ ആംപ്ലിഫയർ, ഡിസ്റ്റിംഗ്വിഷിംഗ് ദ ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഏബിൾ ടു പ്രസന്റ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഡിസൈനിങ് എ സർക്യൂട്ട് ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ യൂസിംഗ് ഡയോഡ്സ്. അത് തന്നെയാണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്? ഇലക്ട്രോണിക്സ് ട്രാൻസിസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ലേണിംഗ് ഔട്ട്കംസ് ആണ് ബാക്കി മൂന്നും. നാലാമത്തെ ഔട്ട്കം എന്താണ്? ഡിസൈനിങ് എ സർക്യൂട്ട് ഫോർ ഹാഫ് വേവ് ആണ്. അത് വേറെ ഒരു വേറൊരു കണ്ടന്റിന്റെ ലേണിംഗ് ഔട്ട്കം ആണ് അല്ലേ. ഓക്കെ. 19th question, in the objective type test item, the question part is known as. objective type test itemത്തിലെ question partനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റെം, കീ, ഡിസ്ട്രാക്ടർ, ഓപ്ഷൻ. എന്താണ്? സ്റ്റെം എന്നാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ പാർട്ടിനെ വിളിക്കുന്നത് സ്റ്റെം എന്നാണെന്ന് ഓർത്തിരിക്കുക. 20th question, the most effective experience for the learner in the cone of experiences suggested by Edgar Dale. Edgar Dale suggest ചെയ്ത cone of experiences-ൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫോർ ദ ലേണർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണോ, കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് ആണോ, ഡെമോൺസ്ട്രേഷൻസ് ആണോ, സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആണോ? എന്തായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫോർ ദ ലേണർ? എന്തായിരിക്കും? ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഓക്കെ.
21. Why should I teach? Is a question raised by the teacher during the planning of a lesson. The answer to the question constitute. അപ്പോൾ ഈ ഒരു question, why should I teach? ഈ ഒരു questionന്റെ ആൻസർ അത് എന്തിലായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ കണ്ടന്റ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്, ലേണിംഗ് എക്സ്പീരിയൻസ്, ഇവാലുവേഷൻ. ഇതിൽ ഏതാണ്? ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലായിരിക്കും ഈ ഒരു question ആൻസർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. 22nd question. Vogel's criteria meant for. Vogel's criteria meant for എന്തിനാണ്? സയൻസ് മാഗസിൻ, സയൻസ് വർക്ക് ബുക്ക്, എൻസൈക്ലോപീഡിയ, സയൻസ് ടെക്സ്റ്റ് ബുക്ക്. ഓപ്ഷൻ ഡി സയൻസ് ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് ഓർത്തിരിക്കുക. 23. The qualities of a good test are. ഒരു നല്ലൊരു ടെസ്റ്റിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ റിലയബിലിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ ബി വാലിഡിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ സി സബ്ജക്റ്റിവിറ്റി ആൻഡ് യൂട്ടിലിറ്റി, ഓപ്ഷൻ ഡി വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. അപ്പോൾ ഓർത്തിരിക്കുക, നല്ലൊരു ടെസ്റ്റ്, ഗുഡ് ടെസ്റ്റിന്റെ ക്വാളിറ്റിയാണ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി എന്ന് ഓർത്തിരിക്കുക. 24th question. According to Jean Piaget, the process of tolerating the unfamiliar situation is. അപ്പോൾ ഒരു അൺഫെമിലിയർ സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ജീൻ പിയാഷെ എന്താണ് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം, സ്കഫോൾഡിംഗ്, അസിമിലേഷൻ, അക്കോമഡേഷൻ. എന്താണ്? അക്കോമഡേഷൻ ആണ് അല്ലെ. ഒരു അൺഫെമിലിയർ സിറ്റുവേഷനെ ടോളറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കോമഡേഷൻ. ഓക്കെ. 25th question. Searching of what is true and correct belongs to. എന്തിലാണ് വരുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്, ഡയഗ്നോസ്റ്റിക് തിങ്കിങ്. ഇതിലേതാണ്? ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അല്ലെ. വാട്ട് ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്നത് ഇറ്റ്സ് ബിലോങ് ടു ക്രിട്ടിക്കൽ തിങ്കിങ് ആണെന്ന് ഓർത്തിരിക്കുക. 26th question. When the knowledge of science is used to make modernized agricultural equipments, then the following value of teaching science is satisfied. ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അതായത് നമ്മൾ സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സയൻസിൻ്റെ നോളജ് നമ്മൾ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സയൻസ് പഠിപ്പിക്കുമ്പോൾ ഇതിൽ ഏത് വാല്യൂ ആണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോറൽ വാല്യൂസ് ആണോ, യൂട്ടിലിറ്റേറിയൻ വാല്യൂസ് ആണോ, റിക്രിയേഷണൽ വാല്യൂസ് ആണോ, എസ്തെറ്റിക് വാല്യൂസ് ആണ്? എന്താണ്? യൂട്ടിലിറ്റേറിയൻ വാല്യൂസ് ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. 27th question. Which one of the following is a characteristic of inductive method? Inductive methodന്റെ characteristic ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? Drawing out of conclusion, complex to simple, abstract to concrete, unknown to known. ഈ inductive method എന്ന് പറഞ്ഞാൽ drawing out conclusion ആണ്. ഓക്കെ, ലേണർ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ drawing out conclusion ആണെന്ന് ഓർത്തിരിക്കുക. 28th question. In revised Bloom's taxonomy, the highest order in organization hierarchy of the cognitive domain is. Revised Bloom's taxonomy-യിലെ കോഗ്നിറ്റീവ് ഡൊമൈനിലെ ഹയസ്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? അനലൈസിങ്, അപ്ലൈയിങ്, ക്രിയേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. ഏതാണ്? ക്രിയേറ്റിംഗ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. Last question. While transacting the content convection current, the teacher suddenly correlates it with trade winds. It is an example of. അതായത് കൺവെക്ഷൻ കറണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ സഡൻലി അതിനെ ട്രേഡ് വിൻസ് ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ്? ഇൻസിഡന്റൽ കോറിലേഷൻ ആണോ, സിസ്റ്റമാറ്റിക് കോറിലേഷൻ ആണോ, പർപ്പസീവ് കോറിലേഷൻ ആണോ, നാച്ചുറൽ കോറിലേഷൻ ആണോ? എന്താണ്? ഒരു ഇൻസിഡന്റൽ കോറിലേഷൻ ആണ് അല്ലെ. ജസ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അത് കൺവെക്ഷൻ കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ജസ്റ്റ് സഡൻലി അത് കോറിലേറ്റ് വിത്ത് ട്രേഡ് വിൻസ് ആണ്. അപ്പോൾ അത് ഇൻസിഡന്റൽ കോറിലേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫെബ്രുവരി 2020 നടന്ന KTET കാറ്റഗറി 3 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.